ഞാനിതിന് മുൻപുള്ള വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എന്നെ പോലും സുന്ദരനാക്കാൻ പറ്റും എന്നെനിക്ക് ബോധ്യമായി. ദിവസവും 4 കിലോമീറ്റർ നടന്ന് സ്കൂളിലെത്തും. വഴിയിൽ കാണുന്നതിനോടെല്ലാം പുഞ്ചിരിയോടെ അഭിവാദ്യം. മൂവാണ്ടൻ മാവിലേക്കൊരു കല്ലെറിഞ്ഞാൽ ഉന്നം തെറ്റില്ല, അത്രയും കൃത്യതയുള്ള കൈ. പുസ്തകങ്ങൾ, വായനയുടെ ലോകം. വേദിയിൽ പ്രസംഗത്തോടുള്ള അടങ്ങാത്ത പ്രണയം. 1 മുതൽ 10 വരെ സ്കൂൾ ലീഡർ. സിവിൽ സർവീസിന് പോകണം. കോളേജ് വേദിയിൽ ആ യുവാവിൻ്റെ പ്രസംഗം കേട്ട അന്നത്തെ ഉപരാഷ്ട്രപതി KR നാരായണൻ്റെ ഉപദേശം. പക്ഷേ ജീവിതം അയാൾക്ക് വേണ്ടി മറ്റൊരു വഴിയൊരുക്കി. സ്വപ്നങ്ങളെ ഉന്നമാക്കി, അധ്വാനത്തെ ആയുധമാക്കി, പ്രതിസന്ധികളെ പടിക്കല്ലുകളാക്കിയ ഒരാളുടെ യാത്ര. കേരള നിയമസഭയിൽ വാക്കുകളിൽ വിസ്മയം തീർത്തവർ ഏറെയുണ്ട്. കൃത്യമായ കണക്കുകളോടെ എതിർപക്ഷത്തിന്റെ വാദങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഡേറ്റ അധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ വക്താവായി പറയാൻ ഒറ്റ നേതാവേയുള്ളൂ VD സതീശൻ. പിറന്ന മണ്ണിൽ നാം ശിരസ്സുയർത്തി നിൽക്കയായിതാ വരികയായി കർമ്മധീരരെ സമരകാഹളം മുഴക്കി. ഏത് ചക്രവർത്തിയായാലും ഞങ്ങൾ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തണം. വർഷങ്ങളുടെ കഠിനാധ്വാനവും തോൽവികളിൽ നിന്നുള്ള കൃത്യമായ ഗൃഹപാഠവുമാണ് സതീശനെ സതീശനാക്കിയത്. 1964 മെയ് 31 എറണാകുളത്ത് നെട്ടൂരിൽ K ദാമോദരമേനോന്റെയും V വിലാസിനി അമ്മയുടെയും മകനായി ജനനം. പനങ്ങാട് ഹൈസ്കൂളിലും തേവര SH കോളേജിലും തിരുവനന്തപുരം ലോ അക്കാദമിയിലും പഠനം. MG യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, NSUI ദേശീയ സെക്രട്ടറി, ഹൈക്കോടതി അഭിഭാഷകൻ. 1996 കന്നിപ്പോരാട്ടത്തിൽ CPIയിലെ P രാജുവിനോട് നേരിയ വോട്ടുകൾക്ക് തോറ്റപ്പോൾ തളരാതെ 5 വർഷം മണ്ഡലത്തിൽ സജീവം. 2001 അതേ രാജുവിനെ തോൽപ്പിച്ച് ആദ്യ നിയമസഭാ വിജയം. പറവൂരുകാർ പിന്നീട് മറ്റൊരാളെ ചിന്തിച്ചിട്ടില്ല. VD സതീശനും വേറൊരിടം തേടിയില്ല. ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ആശുപത്രികൾ ഉണ്ടാക്കാൻ NRHM കൊണ്ടുവന്നു. 2001, 6, 11, 16, 21, ഇപ്പോ ഇതാ 2026 കാൽ നൂറ്റാണ്ടിന്റെ ചരിത്രമാകുന്നു. 2012 മികച്ച നിയമസഭാ സാമാജികൻ. വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കുവാനുള്ള കഴിവ് നിയമസഭയിൽ വേറിട്ടു നിർത്തി. ഡേറ്റ മൈനിങ് മുതൽ സാമ്പത്തിക നയം വരെ ആ കൈകളിൽ ഭദ്രം. അപ്രതീക്ഷിതമായാണ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കതീതനായ നേതാവ്. പ്രതിപക്ഷമെന്നാൽ വെറുമൊരു എതിർപ്പല്ല, സർക്കാരിനെ തിരുത്താനുള്ള ശക്തിയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രസംഗം. പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രിയെ നേരിടാൻ തിരഞ്ഞെടുത്തത് പ്രൊഫഷണലിസം കലർന്ന ഡേറ്റ അധിഷ്ഠിത രാഷ്ട്രീയം. കൃത്യമായ കണക്കുകൾ, ശാസ്ത്രീയത, നിയമവശങ്ങൾ, ചരിത്രം. ഓരോ വാർത്താ സമ്മേളനത്തിലും രേഖകൾ ഹാജരാക്കുന്ന സതീശൻ സ്റ്റൈൽ സോഷ്യൽ മീഡിയയിലും യുവാക്കൾക്കിടയിലും വലിയ തരംഗമായി. അനൈക്യത്തിന്റെ നിഴലിലായ ഒരു പാർട്ടിയെ കരളുറപ്പോടെ അയാൾ മുന്നിൽ നിന്നും നയിച്ചു. ശാസിച്ചും തലോടിയും ആത്മവിശ്വാസം പകർന്നും പുതുജീവൻ നൽകി. ഗ്രൂപ്പ് കളിക്കും മുന്നണി നാടകങ്ങൾക്കും സാമുദായിക സംഘാടനങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച വാക്കുകൾ അയാളെ നിലപാടുകളുടെ രാജകുമാരനാക്കി മാറ്റി. നയിക്കാൻ മുന്നിലൊരാളുണ്ടെന്ന തോന്നൽ പാർട്ടിക്കും ഊർജമേകി. തിരഞ്ഞെടുപ്പിൽ തോൽവിയെങ്കിൽ ഇനി വനവാസമെന്ന കടുത്ത നിലപാടും സതീശനെ വേറിട്ടു നിർത്തി. 100 സീറ്റെന്ന പ്രഖ്യാപനം UDF ഏറ്റെടുത്തു. വിമർശകരും നിരീക്ഷകരും ഒരേ സമയം പറഞ്ഞു, ക്ലിനിക്കൽ കൃത്യതയുള്ള രാഷ്ട്രീയം. കേരയിൽ ലൈഫ് മിഷൻ, AI ക്യാമറ, K-ഫോൺ, സ്പ്രിംഗ്ലർ കരാർ, ഓരോ വിഷയവും സതീശൻ രാഷ്ട്രീയ ആയുധമാക്കി. കേവലം രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം ആധികാരികമായ രേഖകളും കണക്കുകളും നിയമസഭയിൽ നിരത്തി. ഘടകകക്ഷികളുമായുള്ള മികച്ച ബന്ധവും UDFനെ ഒരൊറ്റ ചരടിൽ കോർക്കാനായതും വിജയമായി. ലോട്ടറി മാഫിയക്കെതിരെയും നെല്ലിയാമ്പതി തോട്ടത്തിലെ പരിസ്ഥിതി നിലപാടുകളും സതീശനെ മിസ്റ്റർ ക്ലീനാക്കി. ഗവർണറും സർക്കാരും തർക്കമായപ്പോൾ ഭരണഘടനാപരമായ വശങ്ങൾ ചൂണ്ടിക്കാട്ടി ഇരുവശത്തെയും വീഴ്ചകളെ ഒരുപോലെ എടുത്തുകാട്ടി.
പരമ്പരാഗത ശൈലികളിൽ നിന്ന് മാറി സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുന്ന സതീശൻ ജനങ്ങളുടെ ഹൃദയത്തിലായി. മതനിരപേക്ഷത അലങ്കാരമല്ല, അതിജീവനമാണ്. ഈ വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെ സമർപ്പണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പൊതുസമ്മേളനം നടക്കുന്ന ഈ വേദിയിൽ സന്യാസി ശ്രേഷ്ഠരും ശിഷ്യരുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വേദിയിൽ വെച്ച് ഒരു ബാങ്കുവിളി ഉയർത്തുക, അവിടുത്തെ ആരാധന നടക്കുന്ന അതേ സമയത്താണ് ഈ ബാങ്കിൻ്റെ ശബ്ദവും ഉയരുന്നത്. നോമ്പ് തുറക്കുക, പാളയമിമ്മ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും അപൂർവമായ ഒരു അവസരത്തിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഇവിടെ എത്തിയത് ദൈവനിയോഗമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ദൈവനിയോഗം. സത്യത്തിൽ ഇവിടെ ഇന്ന് നടന്നത് അത് വിഷ്വലാക്കി നമ്മുടെ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കണം. ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ്. പ്രളയത്തിലും മഹാമാരിയിലും സർക്കാരിനൊപ്പം നടത്തിയ പ്രവർത്തനങ്ങൾ, പിന്നീട് വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ വാർത്താ സമ്മേളനങ്ങൾ. വി.ഡി. സതീശനെ കേരളം ഓരോ തവണയും കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. തോൽവികളിൽ നിന്നും വിജയങ്ങളിലേക്ക് പാർട്ടിയെ നയിച്ച മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയുണ്ട്. ഒപ്പം മുന്നണിയെ ഒരേ സ്വരത്തിൽ 5 വർഷം നയിക്കുക എന്ന ഉത്തരവാദിത്വം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ശ്രീ വി.ഡി. സതീശൻ അവറുകൾ തിരുവനന്തപുരത്തിന്റെ മതേതര കൂട്ടായ്മയ്ക്ക് എന്നും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയ വ്യക്തിയാണ്. ഗുരുവിന്റെ ജന്മശതാബ്ദി മഹാമഹോത്സവത്തോടനുബന്ധിച്ച് വിശ്വശാന്തി സന്ദേശയജ്ഞം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവറുകൾക്ക് പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു സദ്ഗുരുവേ ശരണം.